വേണ്ടി തീരുമാനിക്കാൻ വിചാരിച്ചോ. അങ്ങനെ നിങ്ങളൊരു കുളത്തിന്റെ വക്കത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ കുറേ കുട്ടികളെയും വിളിച്ചിട്ടുണ്ട്. അവർ മുഴുവനും സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടി തയ്യാറാണെന്നുള്ള നിലയ്ക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വന്നിട്ട് നിങ്ങൾ ഈ കുളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 2-3 കുട്ടികൾ മാത്രമേ നിങ്ങളോടൊപ്പം ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളൊരു മുഴുവൻ പുറത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ആ കുളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ചില ടെക്നിക്കുകൾ ഉപയോഗിക്കണം. അപ്പൊ അത് ആദ്യം നിങ്ങൾ കുറച്ച് കുട്ടികൾ പറഞ്ഞു, അതേ ഭാവിയിൽ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരിക്കാനുള്ള കാരണം സ്വിമ്മിങ് അറിയാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുറെ കുട്ടികൾ കൂടി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളോട് പറഞ്ഞു, ആകെ എനിക്ക് 15 കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവരും കൂടി ഇറങ്ങി, കുറെ പേര് കൂടി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ സ്വിമ്മിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ. ഇതേപോലെ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് ഒരുപാട് ലീഡുകൾ വന്നു. അതിനകത്ത് നമുക്ക് നല്ല കുറെ ഹോട്ട് ലീഡുകൾ കിട്ടി. അവരടുത്ത് കൃത്യമായിട്ട് സെയിൽസ് പിച്ച് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഹാപ്പിയാണ്, അവർക്ക് ഈ പ്രോഡക്റ്റും ഓക്കെയാണ്. പക്ഷേ അവരിത് പർച്ചേസ് ചെയ്യുന്നില്ല, അവർക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ആ സമയത്ത് അവരെ കൊണ്ട് പെട്ടെന്ന് ഇത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില 3 ടെക്നിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് അർജൻസി എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അർജൻസി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എടുത്തോ അല്ലെങ്കിൽ പിന്നെ ഇത് കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തോന്നുന്ന സംഭവമാണ്. ഈ ഒരു സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് ലുലു മാൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ലുലു മാളിൽ ആക്ച്വലി വർഷത്തിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ ഒരു മെഗാ സെയിൽ നടത്തും. അതെന്ന് വെച്ചാൽ ആകെ 2 ദിവസം 3 ദിവസം നീണ്ടു നിൽക്കുള്ളൂ. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് ആളുകൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരും, ഭയങ്കര ട്രാഫിക് ജാം ഒക്കെയാണ് ആ സമയത്ത് ഇല്ലേ. ഇതേപോലത്തെ ഒരു ടെക്നിക്ക് നമുക്ക് അർജൻസി പെട്ടെന്ന് തന്നെ വാങ്ങിക്കണം എന്ന് പറയുന്ന തീരുമാനിക്കുന്ന ഒരു രീതി അവിടെ വരും. കാരണം ആ ഒരു ദിവസങ്ങളിൽ മാത്രമേ ഓഫർ ഉള്ളൂ എന്നുള്ളത്. മറ്റൊന്ന് സ്കേഴ്സിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, അത് ആക്ച്വലി ഇപ്പൊ വാങ്ങിച്ചില്ലെങ്കിൽ ഇത് കിട്ടില്ല കേട്ടോ എന്ന് പറയുന്ന രീതിയാണ്. ചില കടകളിൽ ഒരു പറയും, സാർ ഇത് ലാസ്റ്റ് പീസാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് 2 പീസ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ സാർ എന്ന് പറയും ഇല്ലേ. നമ്മൾ ആമസോണിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിന് താഴത്ത് എഴുതി കാണിക്കും ഇത്ര പീസും കൂടി ഇനി ബാക്കിയുള്ളൂ എന്ന് പറയില്ലേ. നമ്മൾ ഹോട്ടലിൽ booking.my.com എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് കാണാറുണ്ടല്ലേ 2 റൂമേ ബാക്കിയുള്ളൂ 3 റൂമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് ഈ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസംപ്റ്റീവ് ക്ലോസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളത് ഓൾറെഡി അവരത് വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ നമ്മളൊരു കാർ വാങ്ങിക്കാൻ വേണ്ടി പോയി ചോദിച്ചു. അപ്പോൾ കാറിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം പിന്നീട് സംസാരിക്കുന്നത് മുഴുവനും നമ്മൾ ഈ കാർ വാങ്ങിച്ചു എന്നുള്ള ലെവലില്ല. അവർ പറയാം, നിങ്ങൾ ഈ കാറും കൊണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പെട്രോൾ അടിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 3 മെത്തേഡുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പർ ഉണ്ട്, അതിനകത്തൊന്ന് ബന്ധപ്പെടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.